ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കിടക്കാം. സ്വർണ്ണമോഷണ കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്ന ദിവസമാണ്. റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, എ പത്മകുമാർ, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷയിലാണ് കോടതി ഇന്ന് വാദം കേൾക്കുക. ഗോവർദ്ധന്റെയും പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷകളിൽ SIT നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഉമേഷ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. 3 പേരുടെ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വാദം കേൾക്കുന്നത്. ഗോവർദ്ധൻ, ഒപ്പം തന്നെ പത്മകുമാർ, ഒപ്പം തന്നെ മുരാരി ബാബു. ഇന്നൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഉമേഷ്? എന്താണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്? മനു, ഗുഡ് മോർണിംഗ്. 3 പേരുടെ ജാമ്യാപേക്ഷ, 3 പേരും റിമാൻഡിലാണ്. 3 പേരുടെയും ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിൽ 2 പേരുടെ ജാമ്യാപേക്ഷ, അതായത് പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും ജാമ്യാപേക്ഷകളിൽ കോടതി നേരത്തെ SITയോട് റിപ്പോർട്ട് തേടുകയും SIT റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവരുടെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയായ റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബു ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. മുരാരി ബാബു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഇതിനു മുൻപ് മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതുമാണ്. ഇപ്പോൾ 2ാം തവണ വീണ്ടും മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതി 3 പേരുടെയും ഒരുമിച്ച് പരിഗണിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 3 പേരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിൽ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ SITയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് SIT മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ ഈ 3 റിപ്പോർട്ടുകളും കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിന്മേൽ വിശദമായ ഒരു വാദം കേൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഭാഗം വാദവും SITക്ക് പറയാനുള്ളതും കേട്ട ശേഷം മാത്രമേ കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. ഈ 3 പേരുടെയും ജാമ്യാപേക്ഷയിൽ വളരെ വിശദമായ വാദം കേൾക്കണം എന്നുള്ളത് കൊണ്ട് ഇന്ന് അന്തിമ ഉത്തരവ് വരാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഒരു സമയം മുഴുവൻ ഇതിനായി നീക്കിവെച്ച് അന്തിമ ഉത്തരവ് പറയുകയും ചെയ്യാം. അത്തരത്തിലുള്ള ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അത് കോടതി തീരുമാനിക്കും പോലെ ഇരിക്കും. ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ ബെഞ്ചാണ് ഇന്ന് ഈ 3 പേരുടെയും ജാമ്യാപേക്ഷകൾ പരിഗണിക്കുന്നത്. ശബരിമലയിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ആ സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത് ഒരു സംഘടിത കുറ്റകൃത്യമായിരുന്നു എന്നുള്ളതാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഈ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഈ 3 പേരും ചേർന്ന് വിശാലമായൊരു ഗൂഢാലോചനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്ന് മാത്രമല്ല, ഈ സ്വർണ്ണ കവർച്ച കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴും ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ബംഗളൂരുവിൽ വെച്ച് ഈ 3 പേരും കൂടിക്കാഴ്ച നടത്തി ഗൂഢാലോചന നടത്തിയെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂടുതൽ സ്വർണ്ണപ്പാളികളിലെ സ്വർണ്ണമൊക്കെ കവർ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഈ പ്രതികൾ ചർച്ച ചെയ്തതാണെന്നുള്ളത് കൊണ്ട് വലിയ ഗൗരവമായി തന്നെയാണ് ഈ കേസ് SIT കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയാണ് SITയുടെ നിലപാട്. ഏതായാലും വിശദമായ വാദം കേൾക്കുമ്പോൾ കോടതി എന്തെങ്കിലും പ്രത്യേകമായ നിരീക്ഷണം നടത്തുമോ എന്നുള്ളതൊക്കെ പ്രധാനമാണ്. ഇന്നത്തെ ദിവസം പ്രതികളെ സംബന്ധിച്ചും SITയെ സംബന്ധിച്ചും വളരെ നിർണായകവുമാണ്.